അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയത്തിയും വിഷുക്കൂടിയും കൈനീട്ടം തരാനായിട്ടാണ് വന്നത്. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം തന്നെ അവരെത്തും. അപ്പോൾ അഹാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കണമായിരുന്നു അവരെ കാണാനായിട്ട്. അപ്പോൾ അഹാൻ വന്നപ്പോഴത്തേക്കും തന്നെ മിഠായിയുടെയും കുറച്ച് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെയും കവർ മാത്രം കിട്ടിയപ്പോൾ ആളതും കൊണ്ട് ഓടി. അപ്പോൾ അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിൻ്റെ അടുത്ത്. അവൻ എസ് മിഠായി എന്നാണ് പറഞ്ഞത്, ഡയറി മിൽക്കിനെ. അപ്പോൾ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവളപ്പോൾ ഡയറി മിൽക്കൊക്കെ അവന് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ആൾക്കത് മാത്രം മതി. മിഠായി കണ്ടപ്പോൾ അതിഥി മോളും അഹാനോടൊപ്പം തന്നെ അടുത്തിരുന്ന് അതെന്താണ്, അതെങ്ങനെയൊക്കെയാണ് കഴിക്കണേന്നൊക്കെ നോക്കിയേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. രണ്ടുപേരും കൊതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് കഴിക്കാനായിട്ട്. അഹാന് എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എള്ളുണ്ടയും കപ്പലിൻ്റെയും മിഠായി അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടുപേരും അതൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഹാൻ കഴിക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിഥിമോളും വേഗം തന്നെ അവൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് കഴിച്ചു. അപ്പോൾ എന്നാലും അടിപിടിയൊന്നും ഉണ്ടായില്ല. സാധാരണ ഒരാൾ കഴിക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് കൊതിയാകുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം തല്ലുപിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും അവന് ഓരോ പീസൊക്കെ കൊടുത്തു കേട്ടോ. അച്ഛമ്മക്കും അച്ഛനും അമ്മമ്മയ്ക്കും എല്ലാം കൊടുത്തു. അപ്പോൾ അച്ഛൻ വൈകിയാണ് വന്നത്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ രണ്ടുപേരും ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വിഷുക്കോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഹാൻ അപ്പം തന്നെ അതിൽ എന്താണെന്ന് കാണണം, അതിലേത് ഡ്രസ്സൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കാണണം. അപ്പോൾ ഇട്ടീജ് കൊടുക്കാനും പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുപേരും അത് കൊതിയോടുകൂടി നോക്കി നിന്നിട്ട് അപ്പോൾ അനിയത്തി രണ്ടുപേരും വേഗം തന്നെ ഡ്രസ്സൊക്കെ ഇടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിഥി മോൾക്ക് ഒരു പാവാടയും ഒരു ബ്ലൗസും തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഡ്രസ്സിന് കളർ മാച്ച് ചെയ്തിട്ട് തന്നെ ഒരു വളയും കിട്ടി. അപ്പോൾ എന്തായാലും വിഷുവിനൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഡ്രസ്സ് കിട്ടി അതിഥി മോൾക്ക്. അപ്പോൾ നല്ലൊരു പച്ച കളറിലെ വളയും നല്ലൊരു കുഞ്ഞു മുത്തുമാലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പെൺകുട്ടികളാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുക്കാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിച്ച് മുടിയൊക്കെ നല്ല ഭംഗിയിലൊക്കെ കെട്ടിക്കൊടുക്കാനായിട്ട്. അപ്പോൾ അവളങ്ങനെ കൊതിയോടുകൂടി അതിഥി മോൾക്ക് ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മാല വാങ്ങിച്ച് മാലയൊക്കെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ എന്തായാലും അതിഥി മോൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതാണ് രണ്ടുപേർക്കും വാങ്ങിച്ച ഒരുപോലത്തെ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വിഷുവിൻ്റെ. അപ്പോൾ എല്ലാവരുടെയും വിഷു ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരുത്തി. ഇതൊക്കെ കഴിഞ്ഞ് കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് രണ്ടുപേർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അഹാന് കൊടുത്തപ്പോൾ അതിഥി മോൾ നോക്കി നിൽക്കുകയാണ് എനിക്കും കിട്ടുമോ എന്ന് ആലോചിച്ച്. അപ്പോൾ അതിഥി മോൾക്കും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും തന്നു. വിഷ്ണുവിനും കൈനീട്ടമൊക്കെ കൊടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസകൾ നേരുന്നു.